ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ക്വസ്റ്റിന്റെ ആൻസറിന് വെയിറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കാറ്റഗറി 3 പാർട്ട് 2 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീയാണ്, വളരെ വേഗത്തിൽ പ്രിപ്പയർ ചെയ്ത ഒരു ആൻസർ കീയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ആൻസർ കീ ഒന്ന് നോക്കാം. ആൻസർ കീ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഔട്ട് ഓഫ് 30 എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. പാസേജിനെ ബേസ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള, ഒരുപാട് കൺഫ്യൂസിങ് ആക്കത്തക്ക രീതിയിലുള്ള ഒരു പാസേജ് അല്ല. അതിനുശേഷം ഗ്രാമറും വൊക്കാബുലറി ആണെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കൺഫ്യൂസിങ് അല്ലായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41, വാട്ട് ഈസ് സ്പീച്ച് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഹിസ് ഓഡിയൻസ് ഫേസ് ടു ഫേസ്, അതാണ് ആൻസർ. ഇതെല്ലാം നമ്മുടെ പാസേജിൽ ഡയറക്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 42, വാട്ട് അക്കോർഡിംഗ് ടു ദി ഓഥർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് എ മാഗസിൻ ആർട്ടിക്കിൾ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. സ്പീച്ച് ഹാസ് എ ഹ്യൂമൻ എലമെന്റ് ലാക്കിംഗ് ഇൻ ദി റിട്ടൺ വേർഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 43, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ എ പബ്ലിക് സ്പീച്ച് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മോർ ഇഫക്റ്റീവ്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. Repeat arguments and make free use of illustrations. Okay. Question number 44. Why are good speakers often bad writers? Answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Because they repeat arguments. Okay. Question number 45. How did people address each other in the past? എങ്ങനെയാണ്? By word of mouth എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Question number 46. According to the article, what counts the most in a successful speech? Answer വരുന്ന ഓപ്ഷൻ എ ആണ്. Personality of the speaker. Question number 47. What matters much in a written composition? Answer വരുന്ന ഓപ്ഷൻ ബി ആണ്. The quality of a written word. Question number 48 ഇതാണ്. The author believes that a speech depends for its immediate effect on dash. എന്തൊക്കെ വരും? പേഴ്സണാലിറ്റി ഓഫ് ദി സ്പീക്കർ ആൻഡ് മാറ്റർ ആൻഡ് ഡെലിവറി. അപ്പം 1 ഉം 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഓൺലി 1 and 2 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ ഗുഡ് സ്പീച്ച്? എന്ത് വരും ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഡിപ്പെൻഡൻസ് ഓൺ ലിറ്റററി പോളിഷ് ആൻഡ് റിട്ടൺ എലഗൻസ്. Question number 50. In a printed page, the author remains invisible. അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത വരുന്ന 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഹി ഈസ് ഫോൺ ഡാഷ് മ്യൂസിക് ബട്ട് വീക്ക് ഡാഷ് മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. അപ്പൊ ഫോണ്ട് ഓഫ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ ഫോണ്ട് ഓഫ് എന്ന് പറയാം അല്ലെ? ഫോണ്ട് ഓഫ് മ്യൂസിക് ആൻഡ് വീക്ക് ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 52. The manager insisted dash paying the bill. എന്താണ്? Insisted on paying the bill. ഇപ്പൊ നോക്കിക്കേ, പ്രിപ്പോസിഷനെ ബേസ് ചെയ്ത് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 53. His explanation was ambiguous, leaving the audience confused. Which of the following words can replace ambiguous? ആൻസർ എന്ത് വരും? അൺക്ലിയർ എന്നുള്ളതാണ്. നോട്ട് ക്ലിയർ, അതാണ് ambiguous എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 54. What among the words given is correctly spelled? Identify it. കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ് വരുന്ന? ഓപ്ഷൻ ഡി ബ്യൂറോക്രസി ആണ് അല്ലെ? KNLCOLONEL, കൊളോണൽ എന്നാണ് നമ്മൾ എഴുതുന്നത്. അക്കോമഡേഷൻ ഒരു എം കൂടി വരും. ഒക്കറൻസിന് RANCE ആണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 55. മേഘ പ്ലേസ് ഡാഷ് വയലിൻ ആൻഡ് വാണ്ട്സ് ടു ബിക്കം ഡാഷ് എഞ്ചിനീയർ. മേഘ പ്ലേസ് ദി വയലിൻ ആൻഡ് വാണ്ട്സ് ടു ബിക്കം ആൻ എഞ്ചിനീയർ എന്നുള്ളതാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 56. Neither of the boys dash present today. എന്ത് വരും? Neither of the boys is present today എന്നാണ് വരുന്നത് അല്ലേ? ഇപ്പൊ അത് അറിയില്ല എങ്കിൽ പോലും നമുക്ക് നോക്കിയാൽ അറിയാം ബാക്കി 3 ആൻസേഴ്സും എന്താണ്? പ്ലൂറൽ ഫോമിലാണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 57. I wish I could dash my grandparents more often. എന്ത് വരും? വിസിറ്റ് ആണ് വരുന്നത്. നമുക്കറിയാം കുഡിനും വുഡിനും ചുഡിനും ഒക്കെ ശേഷം നമ്മൾ എന്താണ്? V1 ഫോം ആണ്, ബേസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ഓപ്ഷൻ എ വിസിറ്റ് ആണ് വരുന്നത്. Question number 58. Kavya speaks dash than her sister. എന്താണ്? More fluently than her sister. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഫ്ലുവന്റ് എന്ന് പറയുന്ന വേർഡിന്റെ എന്താണ്? മോർ ഫ്ലുവന്റ് എന്നാണ് വരുന്നത് അല്ലെ? കമ്പാരിറ്റീവ് ഡിഗ്രി. സോ കാവ്യ സ്പീക്സ് മോർ ഫ്ലുവന്റ്ലി ദാൻ ഹർ സിസ്റ്റർ. 59. She hardly speaks to anyone dash. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാർഡ്ലി എന്താണ്? ഒരു നെഗറ്റീവ് വേർഡ് ആണ്. സോ ഡസ് ഷീ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ.
Question number 60. Which among the sentence is grammatically correct? Grammatically correct ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് ഓഫ് വെച്ചിട്ടുള്ള സെന്റൻസ് ആണ്. സോ ഈച്ച് ഓഫിന് ശേഷം എപ്പോഴും എന്താണ് പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആണ് വരുന്നത്. സിംഗുലർ വെർബ് വരുന്ന രണ്ട് സെന്റൻസുകളാണ്. ഓപ്ഷൻ ബിയും ഡിയും ആണ്. അപ്പോൾ ഇവിടെ ഹാസ് സബ്മിറ്റഡും ഹാസ് സബ്മിറ്റുമാണ്. നമുക്കറിയാം ഹാസ് ഹാവ് ഹാഡിന് ശേഷം നമ്മൾ എന്താണ് V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. 61. If I dash harder, I would have succeeded. If clause ആണ്, കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇവിടെ would have പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ഇഫ് ക്ലോസ് വരുമ്പോൾ എന്തായിരിക്കണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 62. എ ഡാഷ് ഓഫ് ഫിഷ് സ്വാം പാസ്റ്റ് അവർ ബോട്ട്. എന്താണ് ഫിഷ് കളക്റ്റീവ് നൗൺ. ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയും. ഷോളും ഉണ്ട് അതേപോലെ തന്നെ സ്കൂളും ഉണ്ട്. ഓക്കെ. Next question number 63. They will announce the results tomorrow. The passive voice is dash. എന്താണ് will announce ആണ്. സോ പാസീവ് വോയിസ് ആകുമ്പോൾ എന്താണ് will be announced എന്ന് വരും. will be announced വരുന്ന ഓപ്ഷൻ ബി ആണ്. The results will be announced tomorrow. Question number 64. The meeting was dash because the principal fell ill. അല്ലേ, പ്രിൻസിപ്പലിന് അസുഖം ആയതുകൊണ്ട് മീറ്റിംഗ് എന്തായിരിക്കും പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിവെച്ച് കാണും അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ പുട്ട് ഓഫ്. Question number 65. The proverb the early bird catches the worm means dash. എന്താണ് those who act early succeed. നേരത്തെ ജോലി ചെയ്ത് വെക്കാമെങ്കിൽ അയാൾ വിജയിക്കും എന്നുള്ള ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നു. Question number 66. He decided to spill the beans about the surprise party. The idiom in the sentence means dash. എന്താണ് spill the beans എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് to reveal a secret. Let the cat out of the bag. അതും എന്ത് തന്നെയാണ് to reveal a secret unintentionally അല്ലേ. അത് രണ്ടും ഏകദേശം സെയിം അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഇഡിയംസ് ആണ്. Okay, question number 67. The reported speech for the sentence he said I am tired. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇനി റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെ ചോദിക്കാനാണ് അല്ലേ. I am tired. I am tired എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? He said that he was tired എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 68. The word with 2 syllables is dash. 2 സിലബിൾ ഉള്ള ബൈസിലബിക് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ടീച്ചർ ആണ് വരുന്നത്. ഇമ്പോർട്ടന്റ്, ബ്യൂട്ടിഫുൾ അതിനൊക്കെ എത്രയാണ്? 3 സിലബിൾസ് വീതം ഉണ്ട് അല്ലേ. അപ്പോ ബൈസിലബിക് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ടീച്ചർ ആണ്. She left no stone unturned to achieve success. The sentence means that എന്താണ് she made every possible effort. അവൾ എടുക്കാവുന്ന എല്ലാ എഫർട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ. Question number 70. The word closest in meaning to pragmatic is dash. Pragmatic എന്ന് പറയുന്ന വേർഡിന് സിനോണിമസ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? പ്രാക്ടിക്കൽ ആണ് അല്ലേ. ഐഡിയലിസ്റ്റിക് അല്ല, ഇമോഷണൽ അല്ല, തിയററ്റിക്കൽ അല്ല. ഐഡിയലിസ്റ്റിക്കും തിയററ്റിക്കലും ഏകദേശം സെയിം മീനിങ് ആണ് വരുന്നത് അല്ലേ. പ്രാഗ്മാറ്റിക് മീൻസ് പ്രാക്ടിക്കൽ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ആൻസർ പറയാനായിട്ടുള്ള. ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇത്രയുമാണ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഔട്ട് ഓഫ് 30 25 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്